ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഇപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ആയിട്ട് വരാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെയാണല്ലോ പാചകം ചെയ്യുന്നത്. ഇന്ന് നമുക്ക് അടുപ്പിൽ കത്തിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ അടുപ്പിൽ പാചകം ചെയ്യാൻ പോകുന്നത്. എനിക്ക് അടുപ്പ് കത്തിക്കാൻ പോലും അറിയില്ല. എന്നാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന റെസിപ്പി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് ചിക്കൻ കറിയല്ല, ഒരു ഗ്രേവി പോലെ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും, അതായത് ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, പിന്നെ കുറച്ച് തൈരും, പിന്നെ പെപ്പർ പൗഡർ, അതായത് മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടി, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസ്. പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് കൈയോടെ തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ സംഭവം, അതായത് നമ്മൾ പുതുതായിട്ട് വാങ്ങിയ ഒരു അടുപ്പുണ്ട്. 300 റുപ്പീസേ ഉള്ളൂ അതിന്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അടുപ്പ്. അത് കണ്ടപ്പോൾ എനിക്ക് അതിൽ അടുപ്പിൽ പാചകം ചെയ്യണമെന്നൊരു പൂതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കത്തിക്കാൻ വിറക് വേണമല്ലോ. അതിന് വേണ്ടി ജയ്പക്കുട്ടി അവിടെ ഇവിടെയൊക്കെ ഉള്ള മരത്തിൻ്റെ ചില്ലകളൊക്കെ പെറുക്കി കൊണ്ടുവന്നു. പിന്നെ നല്ല ചൂടായതുകൊണ്ട് നല്ല ഉണങ്ങിയ ചില്ലകൾ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ സൈക്കിളിൻ്റെ പിറകിൽ വെച്ച് അവൾ അതൊക്കെ കൊണ്ടുവന്ന് സംഘടിപ്പിച്ച് തന്ന്. അങ്ങനെ നമ്മളെ ക്യൂട്ടായിട്ടുള്ള അടുപ്പിൽ നമ്മൾ തീ കത്തിച്ചിരിക്കുകയാണ്. എൻ്റെ അടുത്ത് പിന്നെ മറ്റേ എന്താപ്പം ഡീസലുണ്ട്, അത് ഞാനൊരു സ്പ്രേ ബോട്ടിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തീ കിടന്ന സമയത്ത് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നാലും നല്ല കഷ്ടപ്പാട്, നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ചില്ലകളാകുമ്പം പെട്ടെന്ന് കത്തിത്തീരുന്നതുകൊണ്ട് പിന്നെ ഞാൻ അവസാനം വലിയ വിറക് കൊണ്ടുവന്നിട്ട് അത് അടുപ്പിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത്. ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഒക്കെ കൂടി എല്ലാം കുഴച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുക, തീ കത്തിക്കുക, ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് പിന്നെ ഇളക്കി കൊടുക്കുക. ഇത് മണ്ണിൻ്റെ അടുപ്പായതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറ്റേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടല്ലോ, അതാണെങ്കിൽ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ പാചകമൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം നല്ല അടിപൊളി ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വിറകടുപ്പിൽ കത്തിച്ച് വറ്റിച്ചെടുത്ത ഈ ഒരു സംഭവം എത്രത്തോളം ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.